ശാന്തി. 15/7/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ദേഹാഭിമാനം ആസുരീയ ക്യാരക്ടറാണ്. അതിനെ മാറ്റി ദൈവിക ക്യാരക്ടേഴ്സ് ധാരണ ചെയ്യൂ. അപ്പോൾ രാവണൻ്റെ ജയിലിൽ നിന്നും മുക്തമാകും. ചോദ്യം: ഓരോ ആത്മാവും തൻ്റെ പാപകർമ്മങ്ങളുടെ ശിക്ഷ എങ്ങനെയാണ് അനുഭവിക്കുന്നത്? അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഉപാധി എന്താണ്? ഉത്തരം: ഓരോരുത്തരും തൻ്റെ പാപങ്ങളുടെ ശിക്ഷ ഒന്നാമതായി ഗർഭജയിലിൽ അനുഭവിക്കുന്നു. രണ്ടാമതായി രാവണൻ്റെ ജയിലിൽ അനേകം പ്രകാരത്തിലുള്ള ദുഃഖം അനുഭവിക്കുന്നു. ബാബ കുട്ടികളായ നിങ്ങളെ ഈ ജയിലുകളിൽ നിന്നും മോചിപ്പിക്കുവാൻ വന്നിരിക്കുന്നു. ഇതിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി സിവിലൈസ്ഡ് ആകൂ. ഓം ശാന്തി. ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ തന്നെയാണ് വന്ന് രാവണൻ്റെ ജയിലിൽ നിന്നും മോചിപ്പിക്കുന്നത്. കാരണം എല്ലാവരും ക്രിമിനലും പാപാത്മാക്കളുമാണ്. മുഴുവൻ ലോകത്തിലെ മനുഷ്യർ ക്രിമിനൽ ആയത് കാരണം രാവണൻ്റെ ജയിലിലാണ്. പിന്നെ എപ്പോഴാണോ ശരീരം ഉപേക്ഷിക്കുന്നത്, അപ്പോഴും ഗർഭ ജയിലിലേക്കാണ് പോകുന്നത്. ബാബ വന്ന് 2 ജയിലിൽ നിന്നും മോചിപ്പിക്കുന്നു. പിന്നെ നിങ്ങൾ പകുതി കൽപ്പം രാവണൻ്റെ ജയിലിലും പോകില്ല, ഗർഭ ജയിലിലും പോകില്ല. നിങ്ങൾക്കറിയാം, ബാബ പതുക്കെ പതുക്കെ പുരുഷാർത്ഥമനുസരിച്ച് നമ്മളെ രാവണൻ്റെ ജയിലിൽ നിന്നും ഗർഭ ജയിലിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, നിങ്ങളേവരും രാവണ രാജ്യത്തിൽ ക്രിമിനലാണ്. പിന്നെ രാമരാജ്യത്തിൽ എല്ലാവരും സിവിലൈസ്ഡ് ആകുന്നു. ഒരു ഭൂതത്തിൻ്റെയും പ്രവേശനം ഉണ്ടാകുന്നില്ല. ദേഹത്തിൻ്റെ അഹങ്കാരം വരുന്നതിലൂടെ തന്നെയാണ് മറ്റ് ഭൂതങ്ങളുടെയും പ്രവേശനം ഉണ്ടാകുന്നത്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് പുരുഷാർത്ഥം ചെയ്ത് ദേഹി അഭിമാനി ആകേണ്ടതുണ്ട്. എപ്പോഴാണോ ഇങ്ങനെ ലക്ഷ്മി നാരായണൻ ആയി മാറുന്നത്, അപ്പോൾ തന്നെയാണ് ദേവത എന്ന് വിളിക്കപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണൻ എന്ന് വിളിക്കപ്പെടുന്നു. രാവണൻ്റെ ജയിലിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി ബാബ വന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. മോശമായി പോയ എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് നല്ലതാക്കുകയും ചെയ്യുന്നു. പകുതി കൽപ്പമായി ക്യാരക്ടേഴ്സ് മോശമായി ആയി വളരെയധികം കേടായി പോയി. ഈ സമയത്ത് തമോ പ്രധാന ക്യാരക്ടേഴ്സാണ്. ദൈവികവും ആസുരീയവുമായ ക്യാരക്ടേഴ്സ് തമ്മിൽ രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്ത് തൻ്റെ ദൈവിക ക്യാരക്ടേഴ്സ് ഉണ്ടാക്കണം. അപ്പോൾ തന്നെയാണ് ആസുരീയ ക്യാരക്ടേഴ്സിൽ നിന്നും മോചിതമാവുകയുള്ളൂ. ആസുരീയ ക്യാരക്ടേഴ്സിൽ ദേഹ അഭിമാനമാണ് നമ്പർ 1. ദേഹി അഭിമാനിയുടെ ക്യാരക്ടേഴ്സ് ഒരിക്കലും മോശമാകുന്നില്ല. മുഴുവൻ ആധാരവും ക്യാരക്ടേഴ്സിൻ്റെ മേലാണ്. ദേവതമാരുടെ ക്യാരക്ടർ എങ്ങനെയാണ് മോശമാകുന്നത്? എപ്പോഴാണോ അവർ വാമമാർഗത്തിലേക്ക് പോകുന്നത്, അതായത് വികാരിയാകുന്നത്, അപ്പോഴാണ് ക്യാരക്ടേഴ്സ് മോശമാകുന്നത്. ജഗന്നാഥ ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള വാമമാർഗത്തിൻ്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. ഇത് അനേകം വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. ഡ്രസ്സും മറ്റും ദേവതമാരുടേത് തന്നെയാണ്. വാമമാർഗത്തിൽ ദേവത എങ്ങനെ പോകുന്നു എന്നത് കാണിക്കുന്നു. ഏറ്റവും ആദ്യത്തെ ക്രിമിനാലിറ്റി ഇത് തന്നെയാണ്. കാമച്ചിതയിൽ കയറുന്നു, പിന്നെ നിറം മാറി മാറി തീർത്തും കറുത്തു പോകുന്നു. ആദ്യം ഗോൾഡൻ ഏജിൽ സമ്പൂർണ്ണ വെളുപ്പും പിന്നെ 2 കല കുറയുകയും ചെയ്യുന്നു. ത്രേതായെ സ്വർഗം എന്ന് പറയില്ല, അത് സെമി സ്വർഗമാണ്. ബാബ മനസ്സിലാക്കിച്ചു തന്നു, രാവണൻ്റെ വരവിലൂടെ തന്നെയാണ് നിങ്ങളിൽ തുരുമ്പ് കയറാൻ ആരംഭിച്ചത്. അവസാനം പൂർണ്ണമായും ക്രിമിനലാകുന്നു. ഇപ്പോൾ 100% ക്രിമിനൽ എന്ന് പറയും. 100% വൈസ്ലെസ് ആയിരുന്നു, പിന്നെ 100% വിഷ്യസ് ആയി. ഇപ്പോൾ ബാബ പറയുന്നു, നന്നാകൂ. ഈ രാവണൻ്റെ ജയിൽ വളരെ വലുതാണ്. എല്ലാവരെയും ക്രിമിനൽ എന്ന് തന്നെ പറയും. കാരണം രാവണൻ്റെ രാജ്യത്തിലാണല്ലോ. രാമരാജ്യവും രാവണരാജ്യവും അവർക്ക് അറിയുകയില്ല.
ഇപ്പോൾ നിങ്ങൾ രാമരാജ്യത്തിലേക്ക് പോകാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരും സമ്പൂർണമായിട്ടില്ല. ചിലർ ഫസ്റ്റ്, ചിലർ സെക്കൻഡ്, ചിലർ തേർഡിലാണ്. ഇപ്പോൾ ബാബ പഠിപ്പിക്കുന്നു, ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യിക്കുന്നു. ദേഹാഭിമാനം എല്ലാവരിലുമുണ്ട്. എത്രത്തോളം നിങ്ങൾ സർവീസിൽ മുഴുകിയിരിക്കുമോ അത്രയും ദേഹാഭിമാനം കുറഞ്ഞുകൊണ്ടേയിരിക്കും. സർവീസ് ചെയ്യുന്നതിലൂടെ തന്നെയാണ് ദേഹാഭിമാനം കുറയുന്നത്. ദേഹി അഭിമാനി വലിയ വലിയ സർവീസ് ചെയ്യും. ബാബ ദേഹി അഭിമാനിയാണ്. അപ്പോൾ എത്ര നല്ല സർവീസ് ചെയ്യുന്നു. എല്ലാവരെയും ക്രിമിനലായ രാവണന്റെ ജയിലിൽ നിന്നും മോചിപ്പിച്ച് സദ്ഗതി പ്രാപ്തമാക്കിക്കുന്നു. അവിടെ പിന്നെ 2 ജയിലും ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ ഡബിൾ ജയിലാണ്. സത്യയുഗത്തിൽ കോർട്ട് ഇല്ല, പാപാത്മാക്കൾ ഇല്ല, രാവണന്റെ ജയിലേ ഇല്ല. രാവണന്റേത് പരിധിയില്ലാത്ത ജയിലാണ്. എല്ലാവരും 5 വികാരങ്ങളുടെ ചരടുകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അപരം അപാര ദുഃഖമാണ്. ദിനം പ്രതിദിനം ദുഃഖം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. സത്യയുഗത്തെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നു. ത്രേതായെ സിൽവർ ഏജ് എന്ന് പറയുന്നു. സത്യയുഗത്തിലുള്ള സുഖം ത്രേതായിൽ ഉണ്ടായിരിക്കില്ല. കാരണം ആത്മാവിൻ്റെ 2 കല കുറഞ്ഞു പോകുന്നു. ആത്മാവിൻ്റെ കല കുറയുന്നതിലൂടെ ശരീരവും അങ്ങനെയായി പോകുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കണം. തീർച്ചയായും നമ്മൾ രാവണന്റെ രാജ്യത്തിൽ ദേഹാഭിമാനിയായിരിക്കുകയാണ്. ഇപ്പോൾ ബാബ രാവണന്റെ ജയിലിൽ നിന്നും മോചിപ്പിക്കുവാൻ വന്നിരിക്കുന്നു. പകുതി കൽപ്പത്തെ ദേഹാഭിമാനം മാറുന്നതിന് സമയമെടുക്കുന്നു. വളരെയധികം പ്രയത്നിക്കേണ്ടി വരുന്നു. പെട്ടെന്ന് ആര് ശരീരം ഉപേക്ഷിച്ചു പോയോ അവർക്ക് പിന്നെയും വലുതായി വന്ന് കുറച്ച് ജ്ഞാനം എടുക്കാൻ സാധിക്കും. വൈകിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് പിന്നെ പുരുഷാർത്ഥം ചെയ്യാൻ സാധിക്കില്ല. ആരെങ്കിലും മരിച്ചുപോയെങ്കിൽ പിന്നെ വന്ന് പുരുഷാർത്ഥം ചെയ്യാൻ കഴിയുന്നത് ഓർഗൻസ് വലുതാകുമ്പോഴാണ്. വിവേകശാലിയാകണം. അപ്പോഴാണ് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത്. വൈകി പോകുന്നവർക്ക് ഒന്നും പഠിക്കാൻ സാധിക്കില്ല. എത്ര പഠിച്ചുവോ അത്രയും തന്നെയായിരിക്കും പഠിച്ചത്. അതിനാൽ മരിക്കുന്നതിന് മുമ്പേ പുരുഷാർത്ഥം ചെയ്യണം. എത്ര സാധിക്കുമോ അത്രയും ഈ ഭാഗത്തേക്ക് വരുന്നതിന് തീർച്ചയായും ശ്രമിക്കും. ഈ അവസ്ഥയിൽ വളരെ പേർ വരും. വൃക്ഷം അഭിവൃദ്ധി പ്രാപിക്കും. വിശദീകരണം വളരെ സഹജമാണ്. ബോംബെയിൽ ബാബയുടെ പരിചയം നൽകുന്നതിന് വളരെ നല്ല ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ ഏവരുടെയും പിതാവാണ്. പിതാവിൽ നിന്നും തീർച്ചയായും സ്വർഗത്തിൻ്റെ സമ്പത്ത് തന്നെയാണ് വേണ്ടത്. എത്ര സഹജമാണ്. ഹൃദയത്തിനുള്ളിൽ ഗദ്ഗതം ഉണ്ടാകണം. ഈ ഒന്ന് നമ്മളെ പഠിപ്പിക്കുന്നവനാണ്. ഇത് നമ്മുടെ എയിം ഓബ്ജക്റ്റാണ്. നമ്മൾ ആദ്യം സദ്ഗതിയിലായിരുന്നു, പിന്നെ ദുർഗതിയിൽ വന്നു. ഇപ്പോൾ വീണ്ടും ദുർഗതിയിൽ നിന്നും സദ്ഗതിയിൽ പോകേണ്ടതുണ്ട്. ശിവ് ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലെ പാപം ഇല്ലാതാകും. കുട്ടികളായ നിങ്ങൾക്കറിയാം, ദ്വാപരയിൽ രാവണ രാജ്യമാകുമ്പോൾ 5 വികാരങ്ങളാകുന്ന രാവണൻ സർവവ്യാപിയാകുന്നു. അവിടെ വികാരം സർവവ്യാപിയാണ്. അവിടെ ബാബ സർവ്വവ്യാപിയാവുക എങ്ങനെ സാധ്യമാകും? എല്ലാ മനുഷ്യരും പാപാത്മാക്കളാണല്ലോ. ബാബ മുന്നിലുണ്ട്. അതിനാലാണ് ഞാൻ പറഞ്ഞിട്ടേയില്ല, ഇത് തലകീഴായി മനസ്സിലാക്കിയിരിക്കുകയാണ് എന്ന് പറയുന്നത്. തലകീഴായി മനസ്സിലാക്കി വികാരങ്ങളിൽ വീണ് വീണ് അധിക്ഷേപിച്ച് ഭാരതത്തിന് ഈ അവസ്ഥയുണ്ടായി. ക്രിസ്ത്യൻസിനും അറിയാം, 5000 വർഷം മുമ്പ് ഭാരതം സ്വർഗമായിരുന്നു. എല്ലാവരും സദോ പ്രധാനമായിരുന്നു. ഭാരതവാസികളാണെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുന്നു. കാരണം തമോ പ്രധാന ബുദ്ധി ആയിരിക്കുകയാണ്. മറ്റവരാണെങ്കിൽ ഇത്രയും ഉയർന്നവരും ആയിട്ടില്ല, ഇത്രയും താഴ്ന്നവരും ആയിട്ടില്ല. തീർച്ചയായും സ്വർഗം ഉണ്ടായിരുന്നു എന്നവർ മനസ്സിലാക്കുന്നു. ബാബ പറയുന്നു, ഈ പറയുന്നത് ശരിയാണ്. 5000 വർഷം മുമ്പും ഞാൻ കുട്ടികളായ നിങ്ങളെ രാവണന്റെ ജയിലിൽ നിന്നും മോചിപ്പിക്കാൻ വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും മോചിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. പകുതി കൽപ്പം രാമരാജ്യം, പകുതി കൽപ്പം രാവണ രാജ്യമാണ്.
കുട്ടികൾക്ക് ചാൻസ് ലഭിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതാണ്. ബാബയും കുട്ടികളായി നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികളെ ഇങ്ങനെയെല്ലാം മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ഇത്രയും അപാര ദുഃഖം എന്തുകൊണ്ടാണ് ഉണ്ടായത്? ആദ്യം ലക്ഷ്മി നാരായണൻ്റെ രാജ്യമായിരുന്നപ്പോൾ അപാര സുഖമായിരുന്നു. ഇവർ സർവഗുണ സമ്പന്നമായിരുന്നു. ഇപ്പോൾ ഈ നോളജ് തന്നെ നരനിൽ നിന്നും നാരായണൻ ആകുന്നതിൻ്റേതാണ്. പഠനമാണ്. ഇതിലൂടെ ദൈവിക ക്യാരക്ടേഴ്സ് ഉണ്ടാകുന്നു. ഈ സമയത്ത് രാവണന്റെ രാജ്യത്തിൽ എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് കേടായിരിക്കുകയാണ്. എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് നന്നാക്കുന്നവൻ ഒരേ ഒരു രാമനാണ്. ഈ സമയത്ത് എത്ര ധർമ്മങ്ങളുണ്ട്! മനുഷ്യരുടെ എത്ര വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തന്നെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നാൽ പിന്നെ ഭക്ഷണവും എവിടെ നിന്നും ലഭിക്കും? സത്യയുഗത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല. അവിടെ ദുഃഖത്തിൻ്റെ ഏതെങ്കിലും കാര്യമേ ഇല്ല. ഈ കലിയുഗമാണ് ദുഃഖധാമം. എല്ലാവരും വികാരിയാണ്. അത് സുഖധാമമാണ്. എല്ലാവരും സമ്പൂർണ്ണ നിർവികാരിയാണ്. അടിക്കടി അവർക്ക് ഇത് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും മനസ്സിലാക്കട്ടെ. ബാബു പറയുന്നു, ഞാൻ പതീത പാവനാണ്. എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലെ പാപം ഇല്ലാതാകും. ഇപ്പോൾ ബാബ എങ്ങനെയാണ് പറയുക? തീർച്ചയായും ശരീരം ധാരണ ചെയ്തായിരിക്കുമല്ലോ സംസാരിക്കുക. പതീത പാവനൻ സർവരുടെയും സദ്ഗതി ദാതാവ് ഒരു ബാബയാണ്. തീർച്ചയായും ആ ഒന്ന് ഒരു രഥത്തിൽ വന്നിട്ടുണ്ടാകും. ബാബു പറയുന്നു, ഞാൻ ഈ രഥത്തിൽ വരുന്നു. അദ്ദേഹം തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല. ബാബു മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് 84 ജന്മങ്ങളുടെ കളിയാണ്. ആര് ആദ്യം വന്നിട്ടുണ്ടാകുമോ അവർ തന്നെ വരും. അവർക്ക് തന്നെയായിരിക്കും വളരെയധികം ജന്മങ്ങൾ ഉണ്ടായിരിക്കുക. പിന്നെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഏറ്റവും ആദ്യം ദേവതമാരാണ് വന്നത്. ബാബ കുട്ടികളെ പ്രഭാഷണം നടത്താൻ പഠിപ്പിക്കുന്നു. ഇങ്ങനെയെല്ലാം മനസ്സിലാക്കിച്ചു കൊടുക്കണം. നല്ല രീതിയിൽ ഓർമ്മയിലിരിക്കുകയാണെങ്കിൽ, ദേഹാഭിമാനം ഇല്ലാതിരിക്കുകയാണെങ്കിൽ പ്രഭാഷണം നന്നായി ചെയ്യും. ശിവ് ബാബ ദേഹി അഭിമാനിയാണല്ലോ. പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, കുട്ടികളെ ദേഹി അഭിമാനി ഭവ. ഒരു വികാരവും ഉണ്ടായിരിക്കരുത്. ഉള്ളിൽ ഏതെങ്കിലും ചെകുത്താൻ ഉണ്ടായിരിക്കരുത്. നിങ്ങൾ ആർക്കും ദുഃഖം നൽകാൻ പാടില്ല. ആരെയും നിന്ദിക്കരുത്. കുട്ടികളായി നിങ്ങൾ ഒരിക്കലും കേൾവിയുടെ കാര്യങ്ങളിൽ വിശ്വസിക്കാൻ പാടില്ല. ബാബയോട് ചോദിക്കൂ, ഇവർ ഇങ്ങനെ പറയുന്നു, സത്യമാണോ? ബാബ പറഞ്ഞു തരും. അല്ലാത്ത പക്ഷം ധാരാളം പേരുണ്ട്. അവർ അസത്യമായ കാര്യങ്ങൾ ഉണ്ടാക്കുവാൻ മടിക്കുന്നില്ല. ഇന്നയാൾ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയെല്ലാം പറഞ്ഞു. ഇങ്ങനെ കേൾപ്പിച്ച് അവരെ തന്നെ ചാരമാക്കി മാറ്റും. ബാബയ്ക്കറിയാം ഇങ്ങനെ വളരെയധികം ഉണ്ടാകുന്നു. തലകീഴായ കാര്യങ്ങൾ കേൾപ്പിച്ച് മനസ്സിനെ കേടാക്കുന്നു. അതിനാൽ ഒരിക്കലും അസത്യമായ കാര്യങ്ങൾ കേട്ട് ഉള്ളിൽ എരിയരുത്. ചോദിക്കൂ, ഇന്നയാൾ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉള്ളിൽ സ്വച്ഛത വേണം. പല കുട്ടികളും കേൾവിയുടെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലും പരസ്പരം ശത്രുത വയ്ക്കുന്നു. ബാബയെ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാബയോട് ചോദിക്കേണ്ടതാണല്ലോ. ബ്രഹ്മ ബാബയിലും വളരെ പേർക്ക് വിശ്വാസമില്ല. ശിവ് ബാബയെയും മറന്നുപോകുന്നു. ബാബ സർവരെയും ഉയർന്നതാക്കാൻ വന്നിരിക്കുകയാണ്. സ്നേഹത്തോടെ ഉയർത്തുന്നു. ഈശ്വരീയ മതം എടുക്കേണ്ടത് ആവശ്യമാണ്. നിശ്ചയമേ ഉണ്ടായിരിക്കുകയില്ലെങ്കിൽ, ചോദിക്കുകയില്ലെങ്കിൽ റെസ്പോൺസ് ലഭിക്കുകയില്ല. ബാബ എന്ത് മനസ്സിലാക്കിച്ചു തരുന്നോ അത് ധാരണ ചെയ്യേണ്ടത് ആവശ്യമാണ്. കുട്ടികളായ നിങ്ങൾ ശ്രീമത്തനുസരിച്ച് വിശ്വത്തിൽ ശാന്തി സ്ഥാപിക്കുന്നതിന് നിമിത്തമായിരിക്കുകയാണ്. ഒരു ബാബയുടേതല്ലാതെ മറ്റാരുടെയും മതം ഉയർന്നതിലും ഉയർന്നതാവുക സാധ്യമല്ല. ഉയർന്നതിലും ഉയർന്ന മതം ഭഗവാന്റേത് തന്നെയാണ്. അതിലൂടെ പദവിയും എത്ര ഉയർന്നത് ലഭിക്കുന്നു. ബാബ പറയുന്നു, തൻ്റെ മംഗളം ചെയ്ത് ഉയർന്ന പദവി നേടൂ, മഹാരഥിയാകൂ. പഠിക്കുകയില്ലെങ്കിൽ എന്ത് പദവി നേടും?
ഇത് കൽപ്പാന്തരങ്ങളിലെ കാര്യമാണ്. സത്യയുഗത്തിൽ ദാസദാസിമാരും നമ്പർ വൈസാണ്. ബാബ വന്നിരിക്കുന്നത് ഉയർന്നവരാക്കുവാനാണ്. എന്നാൽ പഠിക്കുന്നതേയില്ലെങ്കിൽ എന്ത് പദവി നേടും? പ്രജയിലും ഉയർന്നതും താഴ്ന്നതുമായ പദവി ഉണ്ടല്ലോ. ഇത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കണം. മനുഷ്യർക്ക് തങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്നറിയില്ല. മുകളിലേക്ക് പോവുകയാണോ അതോ താഴെ ഇറങ്ങുകയാണോ? ബാബ വന്ന് കുട്ടികളായി നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ ഗോൾഡൻ സിൽവർ ഏജിൽ ആയിരുന്നത് എവിടെ? അയൺ ഏജിലായിരിക്കുന്നത് എവിടെ? ഈ സമയത്താണെങ്കിൽ മനുഷ്യനെ ഭക്ഷിക്കുന്നു. ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ മാത്രമേ ജ്ഞാനം എന്ന് എന്തിനെ പറയുന്നു എന്ന് പറയാൻ കഴിയൂ. പല കുട്ടികളും ഒരു കാതിലൂടെ കേട്ട് മറു കാതിലൂടെ പുറത്തു കളയുന്നു. നല്ല നല്ല സെൻറ്റേഴ്സിലെ നല്ല നല്ല കുട്ടികൾക്ക് ക്രിമിനൽ ആയി നിലനിൽക്കുന്നു. നേട്ടത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ മാന്യതയുടെയോ ചിന്ത വയ്ക്കുന്നതേയില്ല. മുഖ്യമായ കാര്യം തന്നെ പവിത്രതയുടേതാണ്. ഇതിന്മേൽ തന്നെയാണ് എത്ര വഴക്കുകൾ ഉണ്ടാകുന്നത്. ബാബ പറയുന്നു, ഈ കാമം മഹാശത്രുവാണ്. ഇതിൻ്റെ മേൽ ജയം നേടൂ. അപ്പോൾ തന്നെയാണ് ജഗത് ജീതാകുന്നത്. ദേവതമാർ സമ്പൂർണ്ണ നിർവികാരിയാണല്ലോ. മുന്നോട്ട് പോകവേ മനസ്സിലാക്കും. സ്ഥാപന ഉണ്ടാവുക തന്നെ ചെയ്യും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒരിക്കലും കേട്ട് കേൾവിയുടെ കാര്യങ്ങൾ വിശ്വസിച്ച് തൻ്റെ സ്ഥിതിയെ കേടാക്കരുത്. ഉള്ളിൽ സ്വച്ഛത നിലനിർത്തണം. അസത്യമായ കാര്യങ്ങൾ കേട്ട് ഉള്ളിൽ എരിയരുത്. ഈശ്വരീയ മതം സ്വീകരിക്കണം. ദേഹി അഭിമാനിയാകുന്നതിൻ്റെ പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. ആരെയും നിന്ദിക്കരുത്. നേട്ടവും നഷ്ടവും മാന്യതയും ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് ക്രിമിനൽ ആയി സമാപ്തമാക്കണം. ബാബ എന്ത് കേൾപ്പിക്കുന്നുവോ അത് ഒരു കാതിലൂടെ കേട്ട് മറു കാതിലൂടെ കളയരുത്. വരദാനം: ത്രികാലദർശിയുടെ സീറ്റിൽ സെറ്റായി ഓരോ കർമ്മവും ചെയ്യുന്ന ശക്തിശാലി ആത്മാവായി ഭവിക്കട്ടെ. ഏതു കുട്ടികളാണോ ത്രികാലദർശിയുടെ സീറ്റിൽ സെറ്റായി ഓരോ സമയത്തും ഓരോ കർമ്മവും ചെയ്യുന്നത്, അവർക്കറിയാം കാര്യങ്ങൾ അനേകം വരേണ്ടതുണ്ട്, നടക്കേണ്ടതുണ്ട്. ചിലപ്പോൾ സ്വയം തന്നിലൂടെ, ചിലപ്പോൾ മറ്റുള്ളവരിലൂടെ, ചിലപ്പോൾ മായയിലൂടെ അഥവാ പ്രകൃതിയിലൂടെ. എല്ലാ പ്രകാരത്തിലും പരിതസ്ഥിതികൾ വരിക തന്നെ ചെയ്യും. എന്നാൽ സ്വസ്ഥിതി ശക്തിശാലിയാണെങ്കിൽ പരസ്ഥിതി അതിനു മുന്നിൽ ഒന്നും തന്നെയല്ല. കേവലം ഓരോ കർമ്മം ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ആദി മധ്യ അന്ത്യം 3 കാലങ്ങളും ചെക്ക് ചെയ്ത് മനസ്സിലാക്കിയ ശേഷം എന്തെങ്കിലും ചെയ്യൂ. അപ്പോൾ ശക്തിശാലിയായി പരിതസ്ഥിതികളെ മറികടക്കും. സ്ലോഗൻ: സർവശക്തിയാലും ജ്ഞാനത്താലും സമ്പന്നമാകുന്നത് തന്നെയാണ് സംഗമയുഗത്തിലെ പ്രാപ്തി. ഓം ശാന്തി. മസ്തകമധ്യത്തിൽ ഒരു ജ്യോതി നക്ഷത്രം പോലെ തിളങ്ങുന്ന എന്നിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ വ്യാപിക്കുകയാണ്. ഈ സാകാര ലോകത്തിൽ അശാന്തിയുടെ അഗ്നിയിൽ എരിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി ശാന്തിയുടെ മഹാദാനം ആകേണ്ടതുണ്ട്. ഈ സങ്കല്പം എന്നെ സ്വാഭാവികമായി ശാന്തിയുടെ സാഗരനായ
ശിവബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യിക്കുന്നു. ദിവ്യ ജ്യോതിസായ ശിവബാബയിൽ നിന്നും പ്രസരിക്കുന്ന പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ എൻ്റെ ചിത്തത്തിൽ നിറയുന്നു. ശാന്തിയുടെ ശക്തി എന്നിൽ പൂർണ്ണമായും നിറയുന്നു. ഈ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ വിശ്വത്തിൻ്റെ നാനാഭാഗത്തും വ്യാപിക്കുകയാണ്. പരമാത്മാ ശാന്തിയുടെ ഈ ദിവ്യ കിരണങ്ങൾ അശാന്തതയുടെ അഗ്നിയിലെരിയുന്ന ആ ആത്മാക്കളുടെ ചിത്തത്തിലെ അഗ്നിയെ അണയ്ക്കട്ടെ. അവരുടെ ചിത്തം ശാന്തമാകട്ടെ. അവർ ശാന്തസ്വരൂപ ആത്മാക്കളായി മാറട്ടെ. പരമാത്മാ ശാന്തിയുടെ ഈ ദിവ്യ കിരണങ്ങൾ ആ ആത്മാക്കളിൽ നിറയുമ്പോൾ അവരും ശാന്തി സാഗരൻ്റെ നേർക്ക് ആകർഷിക്കപ്പെടട്ടെ.